എംപ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. അക്രമ ഹർത്താൽ നടന്നതിന് ശേഷം ഒന്ന് രണ്ട് തവണ എംപ്ലിൻ്റ് മീഡിയ ചെയ്ത സ്റ്റോറികളിൽ ഉന്നയിച്ച പ്രധാന ആവശ്യമായിരുന്നു ഈ ഹർത്താൽ നടത്താൻ ആഹ്വാനം ചെയ്തവർക്കെതിരെ നിയമ നടപടി വേണം, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. അത് ഇപ്പോൾ ഏതാണ്ട് ആ വഴിക്ക് ഗവൺമെൻറ് നീങ്ങുകയാണ്. വൈകാതെ അതിന് സമാനമായ അതിന് സഹായിക്കുന്ന ഓർഡിനൻസ് ഗവൺമെൻറ് ഇറക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് തന്നെ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുണ്ട്. അതായത് അക്രമ സമരം ഹർത്താൽ നടത്തുന്നവർ ആരായാലും അത് ആഹ്വാനം ചെയ്തവർക്കെതിരെ, നേതാക്കൾക്കെതിരെ, ആ സംഘടനയുടെ നേതാക്കൾക്കെതിരെ കേസെടുക്കാനും ആവശ്യമെങ്കിൽ ഈ വന്ന കഷ്ടനഷ്ടങ്ങൾ അവരുടെ സ്വകാര്യ സ്വത്തിൽ നിന്ന് ഈടാക്കാനും ഓൾറെഡി ഇതിനകം തന്നെ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുണ്ട്. അതുകൊണ്ട് ഇത് പിൻപറ്റി ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരാൻ യാതൊരു തടസ്സവുമില്ല, ഒരു ഓർഡിനൻസ് ഇറക്കാവുന്നതേ ഉള്ളൂ. അക്കാര്യം ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ച് വരികയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. അപ്പോൾ കണ്ടം വഴി ഓടാൻ ഇനി ആ നേതാക്കൾ തയ്യാറാവുക, അല്ലെങ്കിൽ സംഘടനയെ വിട്ട് പുറത്തു പോവുക. ഡോക്ടർ മാർത്താണ്ഡപിള്ള ഇപ്പം തന്നെ അത് ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം ശബരിമല കർമ്മസമിതിയായിട്ടുള്ള ബന്ധമെല്ലാം ഇന്നലെ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇനി സംവിധായകൻ പ്രിയദർശനുണ്ട്, പിന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുണ്ട്, മുൻ VC മുൻ PSC ചെയർമാനായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, പിന്നെ നമുക്കെല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മുൻ DGP TP സെൻകുമാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇനി നിയമ നടപടി നേരിടേണ്ടി വരും എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇനിയും ഇവർക്ക് സമയമുണ്ട്. ഈ സംഘടനയെ തള്ളിപ്പറഞ്ഞ് ഈ നടത്തിയ അക്രമത്തിന് ഞങ്ങൾ ഉത്തരവാദികളല്ല, ഞങ്ങളതിന് നേതാക്കളായിപ്പോയി എന്നേ ഉള്ളൂ, ഒരബദ്ധം പറ്റി, ഞങ്ങളെ കേസിൽ പെടുത്തരുത് എന്ന് പറയാനുള്ള സമയം ഇനിയും ഇവർക്കൊക്കെ ബാക്കിയുണ്ട്. അത് എല്ലാവരും പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ വിചാരം. ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അക്രമം നടത്തിയ സംഘടനയ്ക്കെതിരെ, അതിൻ്റെ നേതാക്കൾക്കെതിരെ 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്താനും വകുപ്പുണ്ട്. അപ്പോൾ ഈ കോടതി വിധികളുടെ പിൻബലം പിൻപറ്റിയാണ് ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയുക. മാത്രമല്ല, ഇതുവരെയുള്ള ഒരു പൊതു പറച്ചിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ നഷ്ടപരിഹാരം ഈടാക്കാം എന്നായിരുന്നു. അതായത് KSRTC ബസ്സിന് കല്ലെറിയുക, സർക്കാർ ഓഫീസുകൾ അല്ലെ വാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുക. ഇനി മുതൽ അത് മാത്രമല്ല, മിഠായി തെരുവിൽ അരങ്ങേറിയ അക്രമം കണ്ടതുകൊണ്ടുകൂടി പറയുകയാണ്, സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നവർക്കെതിരെയും 6 വർഷം വരെ തടവ് ലഭിക്കുന്ന വ്യവസ്ഥകൾ ഈ നിയമത്തിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ അഴിഞ്ഞാടിയത് പോലൊന്നും ഇനി ഒരു കടയിലോ കയറി അക്രമം നടത്താനോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വീടിന് നേരെ കല്ലെറിയാനോ ഒന്നും കഴിയാത്ത രൂപത്തിൽ ഇതിന് വകുപ്പുകൾ ഉണ്ടാവും. പോയി അഴിയെണ്ണേണ്ടി വരും. സമരം സമാധാനമായിട്ട് മതി എന്ന സന്ദേശമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.